ഹായ്. നമുക്കിന്ന് ഇൻറ്റീരിയറിൻ്റെ നമ്മൾ ഇൻറ്റീരിയർ വർക്ക് ചെയ്യുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമുണ്ട്, ഹിഞ്ച് എന്ന് പറയും. ആ പ്രോഡക്റ്റിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം. നമ്മുടെ വാർഡ്രോബ് ആയിക്കോട്ടെ, കിച്ചൺ ക്യാബിനറ്റ് ആയിക്കോട്ടെ, അതുപോലെ ഷൂ റാക്ക് ആയിക്കോട്ടെ, വാനിറ്റി കൗണ്ടേഴ്സ് ആയിക്കോട്ടെ, അങ്ങനെ നമ്മുടെ എല്ലാത്തരം ഷട്ടറുകളുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന യൂണിറ്റുകളെ സംബന്ധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് ഹിഞ്ച് എന്ന് പറയുന്നത്. ഈ ഹിഞ്ച് പല രീതിയിലുള്ള ഹിഞ്ചസ് ഉണ്ടായിരുന്നു. നമ്മൾ പ്രധാനമായിട്ടും നേരത്തെയൊക്കെ യൂസ് ചെയ്യുന്ന ബഡ് ഹിഞ്ചസ് പറയും. നമ്മൾ സാധാരണ വിൻഡോയിൽ ജനലുകൾക്കും അതിൻ്റെ ഷട്ടറുകളും തമ്മിൽ കണക്ട് ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന നമ്മുടെ വിജാഗിരി എന്ന് പറയുന്ന നമ്മുടെ ഐറ്റമാണ് ഹിഞ്ച്. അതിനെ നമ്മൾ ബഡ് ഹിഞ്ചസ് എന്ന് പറയും. അപ്പോൾ അത് ക്യാബിനറ്റിലോട്ട് വരുമ്പോൾ അതൊരു ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഹിഞ്ച് ആയിരിക്കും. അപ്പോൾ അത് കൺസീൽഡ് ഹിഞ്ചസ് എന്ന് പറയും. നമ്മൾ വിൻഡോയിൽ ജനാലകളിൽ ഉപയോഗിക്കുന്നത് നമ്മൾ ബഡ് ഹിഞ്ചസ് എന്ന് പറഞ്ഞ ടൈപ്പാണ്. ഇതിൽ ക്യാബിനറ്റിലോട്ട് വരുമ്പോൾ അത് കൺസീൽഡ് ആവും. അതായത് ഹിഞ്ചിൻ്റെ പോർഷൻ നമ്മൾ പുറത്തുനിന്ന് കാണാൻ പറ്റത്തില്ല. ഇപ്പം ജനാലയുടെ ഉപയോഗിക്കുന്ന ഹിഞ്ചിൻ്റെ ഒരു പോർഷൻ എപ്പോഴും പുറത്തുനിന്നോ നമുക്ക് വിസിബിൾ ആയിരിക്കും. പക്ഷേ കൺസീൽഡ് ഹിഞ്ചസിൽ നമുക്ക് പുറത്തുനിന്ന് ഈ ഹിഞ്ചിൻ്റെ പാർട്ട് നമുക്ക് വിസിബിൾ ആയിരിക്കത്തില്ല. അപ്പോൾ നമ്മൾ കോമൺ ആയിട്ട് ഇന്നത്തെ ഇൻറ്റീരിയർ വർക്കുകളിൽ യൂസ് ചെയ്യുന്ന ഒരു 3-4 ടൈപ്പ് ഹിഞ്ചിനെ കുറിച്ചാണ് നമ്മളിത് മനസ്സിലാക്കുന്നത്. ആദ്യത്തെ ഐറ്റം സീറോ ക്രാങ്ക് ഹിഞ്ചാണ്. ഈ ക്രാങ്ക് എന്ന് പറയുന്നത് അതിൻ്റെ ഷട്ടർ എത്ര അതിൻ്റെ വെർട്ടിക്കലുള്ള പോർഷൻ ആയിട്ടാണ് ഈ ഹിഞ്ച് കണക്ട് ചെയ്തിരിക്കുന്നത്. അതിന് എത്ര ഓവർലാപ്പ് ചെയ്യുന്നു എന്നതിനനുസരിച്ചാണ് ഈ ക്രാങ്ക് നിശ്ചയിച്ചിരിക്കുന്നത്. അത് 0, 8, 16. അപ്പോൾ സീറോ ക്രാങ്ക് എന്ന് പറയുന്നത് ഷട്ടർ കൊണ്ട് ഈ വെർട്ടിക്കലി ഉള്ള പോർഷനെ ഫുള്ളായിട്ട് കവർ ചെയ്യുന്നു എങ്കിൽ അതിന് സീറോ ക്രാങ്ക് എന്ന് പറയും. അത് നമ്മുടെ ആവശ്യം അനുസരിച്ചാണ് ഹിഞ്ച് ചൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു ഷട്ടർ അല്ലെങ്കിൽ സൈഡിലത്തെ ഷട്ടർ മാത്രമേ ഉള്ളൂ എങ്കിൽ നമ്മൾ അതിന് ഫുള്ളായിട്ടും വെർട്ടിക്കൽ പോർഷൻ കവർ ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ സീറോ ക്രാങ്ക് ഹിഞ്ച് ഉപയോഗിക്കും. ഇനി അടുത്തെന്ന് പറയുന്നത് 8 ക്രാങ്ക് ആണ്. അപ്പോൾ 8 ക്രാങ്ക് എന്ന് പറയുന്നത് അതിൻ്റെ ഓവർലേ എന്ന് പറയുന്നത് ഹാഫ് ആയിരിക്കും. ഒരു വെർട്ടിക്കലി ഉള്ള ഒരു പോർഷനെ ഈ ഷട്ടർ കൊണ്ട് പകുതി, ആ ഒരു വെർട്ടിക്കലിൻ്റെ പകുതി പോർഷനെ നമ്മൾ കവർ ചെയ്യും. അപ്പോൾ ഈ ഹിഞ്ചസ് ഉപയോഗിക്കുന്ന 2 ഷട്ടറുകൾ ഒരു വെർട്ടിക്കൽ പോർഷന് കണക്ട് ആകുമ്പോൾ ഈ 2 ഷട്ടറും ഓവർലാപ്പ് ചെയ്ത് നിൽക്കാൻ വേണ്ടി ഒരു വെർട്ടിക്കൽ പോർഷൻ്റെ ഒരു പകുതിയിൽ ലെഫ്റ്റ് സൈഡിലുള്ള ഷട്ടറും മറ്റൊരു പകുതിയിൽ റൈറ്റ് സൈഡിലുള്ള ഷട്ടറും കൂടെ നിൽക്കുമ്പോൾ അതിന് വേണ്ടിയുള്ള സൗകര്യത്തിന് വേണ്ടിയാണ് ഈ 8 ക്രാങ്ക് ഹിഞ്ച് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. ഇനി 16 ക്രാങ്ക് ഹിഞ്ചസ് ഉണ്ട്. അപ്പം 0 എന്ന് പറയുന്നത് ഫുള്ളായിട്ട് കവർ ചെയ്ത് നിൽക്കുന്ന, 8 എന്ന് പറയുന്ന ഹാഫ് കവർ ചെയ്ത് നിൽക്കുന്നു, 16 എന്ന് പറയുന്നത് ഇത് കവർ ചെയ്യുന്നില്ല. ഫുള്ളായിട്ട് ഈ ഷട്ടർ ഇൻസൈഡിലോട്ട് കയറി നിൽക്കും. അതായത് ഒരു ക്യാബിനറ്റ് എടുത്തു കഴിഞ്ഞാൽ ക്യാബിനറ്റിൻ്റെ ഉള്ളിലോട്ട് കയറി നിൽക്കും. ഈ 16 ക്രാങ്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഷട്ടറിൻ്റെ ചുറ്റും ഒരു തിക്നെസ് നമുക്ക് കാണാം. ആ വെർട്ടിക്കൽ പോർഷൻ ഫുള്ളായിട്ട് വിസിബിൾ ആയിരിക്കും. അപ്പോൾ 3 ടൈപ്പ് ഹിഞ്ചാണ് നമ്മൾ കണ്ടുവരുന്നത്. ഇനി ഇതല്ലാതെ നമ്മൾ യൂസ് ചെയ്യുന്ന ഹിഞ്ചസ് ഉണ്ട്. ഇതല്ലാതെ നമ്മൾ യൂസ് ചെയ്യുന്ന ഹിഞ്ചസ് ആണ് 165 ഡിഗ്രി ഹിഞ്ചും മറ്റൊന്ന് 180 ഡിഗ്രി ഹിഞ്ചും. എത്ര നമ്മുടെ ഷട്ടർ ഓപ്പൺ ചെയ്യണം? അപ്പോൾ ഇപ്പോൾ ഒരു ഡ്രോവർ, അതിനകത്തൊരു ഡ്രോവർ ഉണ്ട്. ഡ്രോവർ ഫുള്ളായിട്ട് മൂവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ ഷട്ടർ നമ്മൾ സാധാരണ നിൽക്കുന്ന 110 ആംഗിളിൽ നിന്നാൽ പോരാ. നമുക്കത് കുറച്ചും കൂടെ വൈഡായിട്ട് ഓപ്പൺ ചെയ്യണമെങ്കിൽ 165 180 കൊണ്ട് ഫുള്ളായിട്ട് ഫുൾ ഔട്ട് ചെയ്ത് പുറത്ത് വരണം എന്നുണ്ടെങ്കിൽ ആ ഒരു ആംഗിളിലോട്ട് നമ്മുടെ ആക്സസ് ചെയ്യേണ്ട സൗകര്യത്തിന് അത് ആ ഷട്ടർ എത്ര മാറി നിൽക്കണം എന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഈ 165 180 ഡിഗ്രി ഹിഞ്ചസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ ഇനി ഹിഞ്ചസ് സെലക്ട് ചെയ്യുമ്പോൾ പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം സ്റ്റെയിൻലെസ് സ്റ്റീലാണ് ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. നമ്മുടെ ഹിഞ്ചിൻ്റെ ചില പാർട്ടുകൾ നമ്മൾ വളരെയധികം ശ്രദ്ധ നോക്കേണ്ട ഒന്ന്, നമ്മൾ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ നമ്മൾ സംസാരിച്ചു, പ്ലൈഡിനെ കുറിച്ചും WPC കുറിച്ചും മറ്റു മെറ്റീരിയലിനെ കുറിച്ച് സംസാരിച്ചു. അതേപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു മെറ്റീരിയലാണ് ഹിഞ്ച് സെലക്ട് ചെയ്യുമ്പോൾ പർട്ടിക്കുലർലി ഓർമ്മിക്കേണ്ട ഒരു കാര്യം, നമ്മൾ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഹിഞ്ചസ് തന്നെ ഉപയോഗിക്കണം. അല്ലാതല്ലെങ്കിൽ പക്ഷേ അതിനൊരു നല്ല പ്രൈസ് ഡിഫറൻസ് ഉണ്ട്. സാധാരണ കിട്ടുന്ന ഏറ്റവും കോമൺ ആയിട്ടുള്ള ഹിഞ്ചസ് നമ്മൾ ഒരിക്കലും SS അല്ല. SS നമ്മൾ പോകുമ്പോൾ അതിൻ്റെതായ റേറ്റ് വ്യത്യാസമുണ്ട്. പക്ഷേ നിങ്ങൾ സിംഗിൾ ടൈം ഇൻവെസ്റ്റ്മെൻ്റ് ആണെന്നുള്ളത് കൊണ്ട് നിങ്ങൾ എപ്പോഴും ഹിഞ്ചിൽ നല്ല ക്വാളിറ്റി ഉള്ള ഹിഞ്ച് തന്നെ ഉപയോഗിക്കുക. സ്റ്റെയിൻലെസ് സ്റ്റീൽ ഹിഞ്ചസ് തന്നെ ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഓരോരുത്തരെയും ബഡ്ജറ്റ് അനുസരിച്ചാണ് ഇതൊക്കെ. പക്ഷേ നിങ്ങൾക്കൊരു റീപ്ലേസ്മെൻറ്റ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി, അതിൽ ലോങ് റണ്ണിൽ റീപ്ലേസ്മെൻറ്റ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി എപ്പോഴും ഹിഞ്ചസിൽ നല്ല ക്വാളിറ്റിയുള്ള സ്റ്റെയിൻലെസ് സ്റ്റീൽ ഹിഞ്ചസ് ഉപയോഗിക്കാൻ വേണ്ടി പറ്റുമെങ്കിൽ ശ്രമിക്കുക. അതുപോലെ തന്നെ ഹിഞ്ചസ് എപ്പോഴും പറയുന്ന കണക്ക് നല്ലൊരു ബ്രാൻഡിൽ നിന്ന് തന്നെ സെലക്ട് ചെയ്തെടുക്കുക. വാറണ്ടി അല്ലെങ്കിൽ ഗ്യാരണ്ടി ചോദിച്ച് വാങ്ങുക. അതിൻ്റെ ബില്ലുകൾ സൂക്ഷിക്കുക. റീപ്ലേസ്മെൻറ്റ് കിട്ടുന്നതാണ്. എല്ലാ കമ്പനികളും റീപ്ലേസ്മെൻറ്റ് വാറണ്ടി കൊടുക്കുന്നുണ്ട്. സോ ദാറ്റ്സ് ഓൾ. താങ്ക് യു.